ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിൽ ഇവിടുത്തെ ഓരോ ഗ്രാമക്ഷേത്രങ്ങളിലും അവിടുത്തെ ചെറുപ്പക്കാരുടെ വലിയൊരു വിങ് ഒരേ യൂണിഫോമോടുകൂടി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഇവിടെ പഴയ കൽപ്പാത്തിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരുടെ രഥോത്സവത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന ആളുകളുടെ നല്ലൊരു തിരക്ക് നമുക്ക് ഇവിടെ കാണുന്നു. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് സൂചിപ്പിക്കാമോ? ഈ ഗ്രൂപ്പ് പഴയ കൽപ്പാത്തിയുടെ ഗ്രൂപ്പല്ല. ഈ ഗ്രൂപ്പ് കുമരപുരത്തെ അംബികാപുരത്തിൻ്റെയും ഗോവിന്ദരാജപുരം, പുതിയ കൽപ്പാത്തി, ചാത്തപ്പുരം, ഈ കൽപ്പാത്തിയുടെ പരിസര പ്രദേശത്തെ അഗ്രഹാര പ്രദേശത്തുള്ള മുഴുവൻ യുവാക്കളുടെയും ഗ്രൂപ്പാണത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇവിടെ ഞങ്ങൾക്ക് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അതിൽ ഞങ്ങൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഞങ്ങൾ ഈ അമ്പല സംബന്ധമായ എല്ലാ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഈ രഥോത്സവത്തിന് പുഷ്ടി കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ രഥോത്സവം നടത്തിപ്പിന് ഇതിൽ ഓരോരുത്തരും അവരവരുടെ പങ്ക് നിർവഹിച്ചിട്ടാണ് ഈ ഇതുപോലുള്ള രഥോത്സവങ്ങളെ പോലുള്ള ഉത്സവങ്ങൾ ഇവിടെ ഗംഭീരമാക്കുന്നത്. തീർച്ചയായിട്ടും വിവിധ ഗ്രാമക്ഷേത്രങ്ങളിലെ ആളുകളാണ് ഇവിടെ ഒന്നിച്ചിരിക്കുന്നത്. നമുക്ക് ചോദിക്കാം, എന്താണ് ജന എന്ന് പറഞ്ഞാൽ എന്താണ്? ജന പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പ്, അതായത് ഞങ്ങൾ രാത്രി 9 മണിക്ക് ശേഷം 11:30-12 മണി വരെ എന്നും ഇവിടെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഇവിടെ ഒരു സഭയായിട്ട് ഇരിക്കും. ഈ സഭയിലാണ് ഈ രാത്രികാലങ്ങളിൽ ആരെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണോ, അല്ല വല്ല കള്ളനോ വല്ലതും വരികയാണെങ്കിലോ, അല്ല വല്ല വീട്ടിൽ പാമ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഏത് സമയത്തും വന്ന് ആർക്കും വിളിക്കാം. ഞങ്ങൾ സേവന സന്നദ്ധമായിട്ട് ഞങ്ങൾ അവരെ പോയി സഹായിക്കും. അതാണ് ഈ ജാന ഗ്രൂപ്പിൻ്റെ. മഴ, വെയില്, കാറ്റ് എന്ത് വന്നാലും 24 മണിക്കൂർ സർവീസ്, 24 മണിക്കൂർ സർവീസ്, അതാണ് ഇട്ടിരിക്കുന്നത് കോൺടാക്ട്. നമ്മൾ എന്തായാലും ഇവിടെ കൽപ്പാത്തിയിലെ വളരെ എന്ത് വന്നാലും വരുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെയുള്ള. നമുക്ക് ഇവരുടെ ഒരു പ്രത്യേക സംഗീതത്തിന്റെ കൂടെ ഒരു കേന്ദ്രമാണല്ലോ. ഒരു ഭാഗവത് ഇവിടെ ഉണ്ട്. നമുക്ക് കേൾക്കാം. ഏതെങ്കിലും ഒരു 2 കീർത്തനങ്ങൾ, ഏതെങ്കിലും ഒരു കീർത്തനങ്ങൾ, ഏതെങ്കിലും ഒരു വിരുത്തം. ശ്രീഗണനാഥ സിന്ദൂരാവർണ്ണ കരുണ സാഗര കരിവദന ലംബോദര ലഘുമികര അംബാസുദ അമര വിനോദ ലംബോദര രഘുമികര ചാരണ ഗണസേ വിദ സിദ്ധി വിനായക തേ നമോ നമോ ലംബോദര രഘുമികര അംബാസുദ അമര വിനോദ ലംബോദര ലഘുമികര. ഇതിൽ മിക്കവാറും പേര് ദശാബ്ദങ്ങളായി ശബരിമലയിൽ മകരവിളക്ക് സമയത്ത് അവിടെ പോയി ലക്ഷാർച്ചനയും ഭജനയും അന്നദാനവും നടത്തുന്ന ആൾക്കാരുടെ കൂട്ടവും ഈ സഭയിലുണ്ട്. തീർച്ചയായിട്ടും കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഈ ദിവസത്തിൽ, ദേവരഥ സംഘം നടക്കുന്ന ഈ ദിവസത്തിലാണ് ഇവിടെ കൽപ്പാത്തിയിലെ വിവിധ ഗ്രാമങ്ങളിലുള്ള ചെറുപ്പക്കാർ, അവരെല്ലാം തന്നെ വളരെ സേവന സന്നദ്ധരായിട്ടുള്ള ആളുകൾ, ശബരിമല ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അവരുടെ സേവനം ലഭ്യമാണ്. മാത്രമല്ല കൽപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് വിളിച്ചാൽ തന്നെ എത്തുന്ന തരത്തിലാണ് ജന ഗ്രൂപ്പിൻ്റെ 24 hours പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മോടൊപ്പം ഉള്ളത്. തീർച്ചയായും ഇന്നത്തെ വൈകുന്നേരം ഇവരുടെ കൂടെ ഒരു സാന്നിധ്യത്തോടു കൂടി ഇവിടെ എത്തുന്ന തിരക്ക് നിയന്ത്രിക്കുകയും ഇവിടെ എത്തുന്ന ആളുകൾക്ക് രഥോത്സവം വളരെ ഭംഗിയായിട്ട് കാണാനുള്ള എല്ലാ അവസരവും ഇവർ നൽകുകയാണ്. തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിന്, ജന ഗ്രൂപ്പിന് ACBയുടെ എല്ലാവിധ ആശംസകളും തരുന്നു. കൽപ്പാത്തി രഥോത്സവത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ബോധവൽക്കരണത്തിൻ്റെ കൂടെ സ്റ്റാളുകൾ ഒരുപാടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട KCB വൈദ്യുതി വകുപ്പിൻ്റെ ഒരു സ്റ്റാള് ഇവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഊർജം 2024 എന്നാണ് ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒട്ടേറെ ആളുകളുടെ ഒരു സംരംഭം തന്നെയാണ് ഇവിടെയുള്ളത്. നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ ആളുകളോട് നമുക്ക് ചോദിക്കാം. പൊയ്ക്കോളൂ. എന്താണ് ഈ ഊർജം 2024 ഒരു ആശയം? അതെങ്ങനെയാണ്?
ഊർജ്ജം 2024 കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വൈദ്യുതിയെ സംബന്ധിച്ച് പറയുന്നത് ആദ്യം നമുക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വസ്തുവാണ്. ഇന്ന് ഒരാൾക്കും 5 മിനിറ്റ് പോലും തടസ്സമില്ലാതെ വൈദ്യുതി വേണമെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ അത് കൈകാര്യം ചെയ്ത രീതിയിലൊരു അപകടം തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അത് വലിയൊരു അപകടത്തിനുള്ള സാധ്യത ഉണ്ടാകും, ജീവഹാനി തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണമെന്നുള്ള ആശയവും അതോടൊപ്പം തന്നെ KSEBയുടെ സേവനങ്ങളെക്കുറിച്ചും ഭാവിയിൽ KSEBയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ വൈദ്യുതി ബില്ല് കൂടുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും മീറ്റർ റീഡിങ്ങിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കാനുള്ള കേസ് അത് ജനങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന രീതിയിലുള്ളൊരു പ്രദർശനമാണ് ഇവിടെ നടത്തുന്നത്. വൈദ്യുതി അപകടത്തെക്കുറിച്ച് ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ അട്ടപ്പള്ളത്തുണ്ടായിട്ടുള്ള ഒരു അപകടത്തിൻ്റെ കേസും കൂടി നിങ്ങൾക്കറിയാം. ഒരു അച്ഛനും മകനും മരിച്ച കേസ്, കമ്പിവേലിയുടേത്. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യസ്തതയാണ് പ്രശ്നം വരുന്നത്, അപകടകരമായ രീതിയിലുള്ളത്. അപ്പോൾ അതെല്ലാം ബോധവൽക്കരിക്കുന്നതിനായിട്ട് ഒരു ഡെമോ ആണ് ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. കമ്പിവേലിയുടെയും മീൻപിടുത്തത്തിൻ്റെയും അതുതന്നെ ഫലങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഇരുമ്പ് തോട്ടി ഉപയോഗിച്ചുകൊണ്ട് ഫലങ്ങൾ വലിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അപകടം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നാൽ ജീവഹാനി ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം, അതുപോലെ KSEBയുടെ സേവനങ്ങളെക്കുറിച്ചും. ഇപ്പോൾ എത്ര പേരുണ്ട് ഈ സ്റ്റാളിൽ? എങ്ങനെയൊക്കെയാണ് അതൊക്കെ ആക്കുന്നത്? എത്ര പേരുടെ ഒരു സേവനമാണ് ഇവിടെ ഉള്ളത്? KSEBയിൽ ദിവസം വേറെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. ഏകദേശം എത്ര പേര് നമുക്ക് വരുന്നത്? 5 പേര് സ്ഥിരമായിട്ട് പകലും അത് 2 ഷിഫ്റ്റായിട്ട് തോന്നുന്നു. ഓരോ ഷിഫ്റ്റിലും 5 പേരെ വെച്ച് ഉണ്ടാകുന്നുണ്ട്. അതിന് പുറമെ അഡീഷണലായിട്ട് മേലുദ്യോഗസ്ഥന്മാരും വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ. മാത്രമല്ല രഥോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് മുഴുവൻ ജീവനക്കാരെ നമ്മൾ അത്യാവശ്യം ഒഴിച്ച് ബാക്കി മുഴുവൻ ജീവനക്കാരെ ഈ രഥോത്സവ വീതികളിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ പ്രവർത്തകർ അതിരാവിലെ മുതൽ അർദ്ധരാത്രി വരെയും ഇവിടെ തന്നെ സന്നദ്ധമാണ്. തെരുവ് ഈ വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ കാവലോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ സഹപ്രവർത്തകർ. സ്വാഭാവികമായിട്ട് എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു സ്റ്റാളിലേക്ക്, പ്രത്യേകിച്ച് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഒരു സമയമാണല്ലോ, ഈ ഒരു സ്റ്റാളിലേക്കുള്ള ആളുകളുടെ ഒരു പ്രതികരണവും കടന്നുവരും ഒക്കെ എങ്ങനെയാണ്? നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അവരുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ നല്ലൊരു വിശദീകരണം തന്നെ കിട്ടുന്നുണ്ട്. അവർക്ക് പലതും അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്താ വെച്ചാൽ ജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി KSEBയുടെ സംബന്ധിച്ചുള്ള ഈ അപകടത്തിൻ്റെ കാര്യങ്ങളും സേവനങ്ങളെക്കുറിച്ചും മറ്റും അറിയേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൈപ്പുസ്തകം കൂടി ഇറക്കിയിട്ടുണ്ട്, സൗജന്യമായി നൽകുന്നുണ്ട്. ഈ 3 ദിവസത്തിനകം ഇപ്പോൾ എത്രയധികം ആളുകൾ ഇപ്പോൾ ഇവിടെ സന്ദർശിക്കുന്നത്? ഏകദേശം ഒരു കണക്ക് ഏകദേശം 7000 മേലത്തിന് ആൾക്കാർ വന്നിട്ടുണ്ടാവും. എന്താ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കാരണം ആളുകൾക്ക് നമ്മളൊരു സ്റ്റാൾ ഇടുമ്പോൾ അത് വളരെ ഉപയോഗപ്രദമായിട്ട് മാറുന്നുണ്ടോ? എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നല്ല രീതിയിലുള്ള പ്രതികരണം തന്നെ വന്നിട്ടുള്ളത്. പലരും എഴുതിയിട്ടില്ല, ഇവിടെ കമൻസ് വെക്കാൻ വേണ്ടിയില്ല, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ബുക്ക് വെച്ചിട്ടുണ്ട്. അതിൽ വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നല്ല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ. ഓക്കെ, ചില നല്ല അഭിപ്രായങ്ങൾ വേറെയും സജഷൻസ് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സ്റ്റാളിനെ കുറിച്ച് പലതും അറിയാത്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും KSEBയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സ്റ്റാളാണ് ഇവിടെയുള്ളത്. അതിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് നമ്മളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. കൽപ്പാത്തിയിലെത്തുന്ന രഥോത്സവം കാണാനെത്തുന്ന ആളുകൾക്ക് KSEBയുടെ എങ്ങനെയെല്ലാം നമ്മൾ വൈദ്യുതി സേവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അപകടം ഒഴിവാക്കാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമാക്കുന്ന ഏറ്റവും നല്ലൊരു സ്റ്റാളാണ് ഊർജ്ജം 2024 എന്ന പേരിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരുപാട് ജീവനക്കാർ ഇവിടെ അവരുടെ സേവനം ഇവിടെ വിന്യസിക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് നോക്കി കാണാം. ഈ നല്ല ഏകദേശം ഡെമോൺസ്ട്രേഷൻ പോലും സ്മാർട്ട് ഗ്രിഡിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വൈദ്യുതി ലൈനിനടുത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കരുത്, അങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള അതെ RCCB വീട്ടിൽ സ്ഥാപിക്കുക, ഇത് ചാർജും ഇലക്ട്രിക് ഷോക്കും ഒഴിവാക്കുക. എങ്ങനെയാണ് ഇത് നമ്മുടെ വീടുകളിൽ KSEBിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ ഇനിയും ഒരുപാട് KSEB മാറാനുള്ള വീടുകളുണ്ട്. അവർക്കൊക്കെ തിരിച്ചറിവ് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് എർത്ത് ലീക്കേജ് വല്ലതും വന്നു കഴിഞ്ഞാൽ തൊട്ട ഉടനെ ഇത് KSEB വീണ് ഓഫായി ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇതും അത് തന്നെയാണ്. ഇതിൻ്റെ ഹാൻഡ് ബോക്സ് ആയാലും മറ്റെന്തിനായാലും തൊട്ട് കഴിഞ്ഞ ഉടനെ ഓഫായി നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇതാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം സ്മാർട്ട് ഗ്രിഡ് നോക്കൂ, വളരെ കൃത്യമായി എന്താണ് ഈ സ്മാർട്ട് ഗ്രിഡിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് സൂചിപ്പിക്കാം. സ്മാർട്ട് ഗ്രിഡ് വന്ന് ജനങ്ങൾക്കിപ്പോൾ ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളുമായിട്ടുള്ള മറ്റേ വിൻഡ് ഫോം വഴി വരുന്നതിനെ കുറിച്ചും സാറിന് അതിനെക്കുറിച്ച് വിശദീകരിക്കും. സാറേ, സ്മാർട്ട് ഗ്രിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് KSEB ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഇൻട്രപ്ഷൻസ് ഒഴിവാക്കുക, കമ്പി പൊട്ടി വീഴുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കവചിത കണ്ടക്ടറുകളും അതുപോലെ തന്നെ ABC എയർ ബഞ്ച്ഡ് കേബിളുകളും ഉപയോഗിച്ചുകൊണ്ട് UG കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രപ്ഷൻസ് കുറച്ചുകൊണ്ട്
എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൽപ്പാത്തിയിൽ തന്നെ ഏകദേശം ഒരു 40% ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അത്രയും ഏരിയകളെല്ലാം കണ്ടക്ടറുകൾ മാറ്റി കവേർഡ് കണ്ടക്ടറുകളും UG കേബിളുകളും എല്ലാം ആക്കി സ്ഥാപിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് കാരണം തന്നെ കൽപ്പാത്തിയിൽ ഒരുപാട് ഇൻട്രപ്ഷൻസ് കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരുപാട് പ്രോജക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പം നമുക്ക് വൈദ്യുതി ഉൽപ്പാദനം ഇതിനെക്കുറിച്ച് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. എന്താണ് ഇത് വർദ്ധിച്ചു വരുന്ന വൈദ്യുത അപകടങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം മാതൃകകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അറിവില്ലായ്മയും അശ്രദ്ധയുമാണ് വൈദ്യുത അപകടങ്ങൾക്ക് കാരണം. ചെറിയൊരു അശ്രദ്ധ കൊണ്ട് വലിയൊരു ദുരന്തങ്ങൾ തന്നെ ഉണ്ടായി മാറാം. ഇതുപോലെ കാട്ടുമൃഗങ്ങളെ തുരത്തുന്നതിനും കൃഷി നശിപ്പിക്കാതിരിക്കാനും മറ്റുമായി കമ്പിവേലി ഉണ്ടാക്കി അതിൽ നിന്നും ഡയറക്റ്റായിട്ട് ലൈനിൽ നിന്നും വൈദ്യുതി കടത്തിവിട്ട അപകടങ്ങൾ ഏറെ ഉണ്ടായി. ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തന്നെ പാലക്കാടിൽ 13ഓളം അപകടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ 2 ദിവസം തന്നെ ഒരു അപകടങ്ങൾ നമ്മൾ പത്രത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നല്ലോ. ഇത്തരത്തിലൊന്നും കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നമുക്ക് ഇരുമ്പിൻ്റെ അലുമിനിയത്തിൻ്റെ ധാരാളം തോട്ടികൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് ലൈനിൻ്റെ അടുക്കൽ ചെന്ന് ചക്ക മാങ്ങ പറിക്കാൻ ഈ തോട്ടി ഉപയോഗിക്കും. അപകടത്തിൽ ചെല്ലും, അയാളെ രക്ഷിക്കാൻ ഇനി ഒരാൾ ചെല്ലും. അങ്ങനെ വലിയ വലിയ ദുരന്തങ്ങൾ തന്നെ ഉണ്ടാകും. അതേക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുക എന്നാണ് KSTV സ്റ്റാളിൻ്റെ ഒരു ഉദ്ദേശം. തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യുതി കമ്പികൾ ഇപ്പോൾ വളയാറ് പോലും 2 പേർ കഴിഞ്ഞ ദിവസം ഇന്നലെ ഷോക്കേറ്റ് മരണപ്പെട്ടു. അതെല്ലാം തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് KSEBയുടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല വൈദ്യുതി ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള ഒരു അവബോധം, എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു അവബോധത്തിൻ്റെ ഒരു ഡെമോ കൂടി ഇവിടെ വെച്ചിട്ട് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ ഒരു സ്റ്റാളുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ്റെ അതിൻ്റെ പ്രവർത്തന രീതികളുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രോണിക് പവർ സ്റ്റേഷനുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും തന്നെ KSEBയുടെ ഒരു നല്ല പ്രവർത്തനമാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള മരണങ്ങൾ അതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ എങ്ങനെയെല്ലാം അപകടങ്ങൾ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമാണ് KSEB കൽപ്പാത്തിയിലെത്തുന്ന ആളുകൾക്ക് വേണ്ടി ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഈ ഒരു സ്റ്റാള് ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്നു എന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേക കാര്യം കൂടിയുണ്ട്. ഈ സ്റ്റാൾ സന്ദർശിക്കുന്ന പൊതുജനങ്ങൾക്കായി ഒരു സമ്മാന കൂപ്പൺ, അതായത് 3 സമ്മാനങ്ങൾ, 1ാം പ്രൈസ്, 2ാം പ്രൈസ്, 3ാം പ്രൈസ് എന്ന് പറഞ്ഞ രീതിയിൽ 3 നല്ല പ്രൈസുകൾ കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നറുക്കെടുപ്പിലൂടെ നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ നറുക്കെടുത്തുകൊണ്ട് പൊതുജനങ്ങൾക്കായി ഈ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. സമ്മാന കൂപ്പൺ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൈപ്പുസ്തകം എല്ലാവർക്കും വന്ന് സ്റ്റാൾ സന്ദർശിക്കുന്ന എല്ലാ പൊതുജനങ്ങൾക്കും ഒരു കൈപ്പുസ്തകം കൂടി തിരിച്ചു പോകുമ്പോൾ നൽകുന്നതാണ്. അത് നമ്മുടെ KSEBയുടെ നിലവിലുള്ള ഓൺലൈൻ സേവനങ്ങളെക്കുറിച്ചും പരാതികൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ സുരക്ഷ, സേവനം, വാതിൽപ്പടിയിൽ എന്ന കാര്യങ്ങൾ ഇതെല്ലാം പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു കൈപ്പുസ്തകമാണ്. വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കൈപ്പുസ്തകം കൂടി ഇതിനോടൊപ്പം ഞങ്ങൾ നൽകുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുണ്ട്. പക്ഷേ റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഫോർട്ടിൻ്റെ ഒരു കുടിവെള്ള വിതരണമാണ്. കാരണം പാലക്കാട്ടെ കനത്ത ചൂടിൽ ഇടയ്ക്ക് വന്ന മഴയിൽ എല്ലാം തന്നെ ഇവിടെ എത്തുന്ന ആളുകൾക്ക് ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം കൂടി റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹികൾ നടത്തിയിട്ടുണ്ട്. റോട്ടറിയുടെ ചെയർമാനാണ് നമ്മളിപ്പോൾ ഉള്ളത്, P. സന്തോഷ് കുമാർ. എന്താണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംരംഭത്തിൽ നടക്കുന്നത്? അല്ല, ഞങ്ങൾ എല്ലാ വർഷവും ഈ കുടിവെള്ള വിതരണം രഥോത്സവമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ക്ലബ്ബ്. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം? വളരെ നല്ല പ്രതികരണമാണുള്ളത്. കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ, ഈ ഒരു ചൂട്, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. വളരെ സന്തോഷവാന്മാരാണ് ആളുകളൊക്കെ. ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് എന്താണ് പ്രതികരണം? ആളുകളൊക്കെ നന്നായിട്ട് ഒരുപാട് വരുന്നുണ്ട്, നല്ല തിരക്കുണ്ട്. ഞങ്ങൾ പക്ഷേ ഇന്ന് 3ാം തീയതിയാണ് ഞങ്ങൾ ഈ കുടിവെള്ള വിതരണം ഇന്നാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ചെയ്യുന്ന ഈ കാര്യങ്ങൾ വളരെ നന്നായിട്ടുണ്ട്, ഞങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് എന്നുള്ള രീതിയിൽ പൊതുവെ ആളുകളുടെ അഭിപ്രായമുണ്ട്. കൽപ്പാത്തിയിൽ ഇതുപോലെ തന്നെ സേവന പ്രവർത്തകരായിട്ടുള്ള ആളുകൾ നോക്കൂ, ആളുകൾ വരുന്നു, വെള്ളം കുടിക്കുന്നു, അവർക്കിഷ്ടമുള്ള രീതിയിൽ പിന്നെ വെള്ളം കുടിക്കുന്നു. അത് റോട്ടറി ക്ലബിൻ്റെ ഏറ്റവും നല്ലൊരു പ്രവർത്തനം തന്നെയാണ്. ഇവിടെ വരുന്ന എല്ലാവരും ഇപ്പോൾ പ്രേക്ഷകർ ഈ കാണുന്നത് പോലെ തന്നെ ഇത്തരം ഒരു സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അതിൽ ഏറ്റവും വേറിട്ട് നിൽക്കുകയാണ് റോട്ടറി ക്ലബ്ബ്. തീർച്ചയായിട്ടും അതെ റോട്ടറി ക്ലബ്ബ് ഓഫ് ഫോർട്ട് കുട്ടികൾ. അതുപോലെ തന്നെ ഇവിടെ ആര് വരുമ്പോഴും ഇവിടെ എന്താ പറയുക, ദാഹിച്ചുകൊണ്ട് പിന്നെ പോകരുത് എന്നത് കൊണ്ട് തന്നെയാണ് റോട്ടറി ക്ലബ്ബ് ഇത്തരം ഒരു സംരംഭത്തിന് നേതൃത്വം. തീർച്ചയായിട്ടും ഇതിൻ്റെ റോട്ടറിയുടെ മേധാവി കൂടിയായിട്ടുള്ള P. സന്തോഷ് കുമാറും അതിൻ്റെ സുഹൃത്തുക്കളുമാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. തീർച്ചയായിട്ടും കൽപ്പാത്തിയിലെത്തുന്ന ആളുകൾക്ക് ഈ ഒരു സംരംഭം ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറുകയാണ്. ദാഹമകറ്റാൻ